വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുപോലെ ഒരുപാട് മസാലയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല കിടിലൻ തന്നെയാണ്. വളരെ പെട്ടെന്നും തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വെറും 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ചോറിനാണെങ്കിൽ ഈ ഒരു കറിയും മാത്രം മതി. ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് മാത്രം മതി, വേറെ കറിയുടെ ഒരു ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ എന്താ പറയുക, ചോറ് ഈ ഒരു ചെമ്മീനൊക്കെ ഉണ്ടാക്കിയിട്ടും ആ ഒരു പാത്രത്തിൽ കുഴച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീൻ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വലിയ ചെമ്മീനാണ്. അപ്പോൾ ചെറിയ ചെമ്മീനോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് മസാല ഇടുന്നില്ല. ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ എടുക്കുന്നത് ഇത് ചെറിയ ഉള്ളി. ഏകദേശം ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പച്ചമുളകും ഒക്കെ ഇടുന്നതുകൊണ്ട് നല്ല എരിവുണ്ടാവും. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ. ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഒരുപാട് എരിവ് നമ്മളിവിടെ എടുക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാവുമ്പോൾ ഒരുപാട് എരിവൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു എരിവ് തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് അതനുസരിച്ച് എത്ര എരിവ് വേണോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് മസാലയോ അതേപോലെ ഒരുപാട് മിക്സ് ചെയ്ത് ഇളക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് 1-2 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് എന്താ പറയുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി കൊണ്ട് അടച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണമോ അതുപോലെ ചെറിയ ഉള്ളിയും എത്രത്തോളം വേണോ അതനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി കൊണ്ട് അടച്ചിട്ട് ആദ്യം ഒന്ന് 5 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അതിൽ ആ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 5 മിനിറ്റ് ശേഷം നമ്മളിതേ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ആ ചെമ്മീനിലെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റോളം, ചെമ്മീൻ ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ, ഏകദേശം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ നന്നായിട്ടൊക്കെ വഴന്ന് വരും. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൽ തന്നെ നന്നായിട്ട് റോസ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ആ ഉള്ളിയൊക്കെ തന്നെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലോണം എന്താ പറയുക, ആ ഒരു എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒന്ന് തൂവി കൊടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ മാത്രം മതി. അപ്പോൾ ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കിടിലനായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5-10 എന്താ പറയുക, 10-15 മിനിറ്റ് മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, അതുപോലെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ ഇതിന് വേറൊരു കറിയുടെ ആവശ്യവും തന്നെ ഇല്ല.
ഈ ഒരു ചെമ്മീൻ റോസ്റ്റും അതിൻ്റെ മസാലയും മാത്രം മതി. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചെമ്മീൻ റോസ്റ്റും കൂടി ആകുമ്പം നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഈ ഒരു കറി മാത്രം മതിയാവും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.